ഹലോ കൂട്ടുകാരെ, നമുക്കിന്ന് ഒരു അച്ചിങ്ങ മെഴുക്ക് പുരട്ടി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ: ഒരു സവാള, 2 പച്ചമുളക്, കുറച്ച് വേപ്പില, പിന്നെ അച്ചിങ്ങ. ഇത്രയും സാധനങ്ങൾ മാത്രം മതി നമുക്കിത് ഉണ്ടാക്കാൻ വേണ്ടി. കുറച്ച് കടുകും കൂടി വേണം, അത് ഞാൻ പറയാൻ മറന്നുപോയി. കുറച്ച് കടുക് എടുത്തിട്ടുണ്ട്. ഇനി നമ്മളൊരു ചീനച്ചട്ടി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ഈ കടുക് പൊട്ടിക്കാൻ ഇട്ടിട്ടുണ്ട്. കടുക് നല്ലോണം പൊട്ടി വരുമ്പോഴേക്കും അതിനുള്ളിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളകും സവാളയും വേപ്പിലയും പിന്നെ അച്ചിങ്ങയും, അല്ലെങ്കിൽ ചില സ്ഥലത്ത് പയറെന്നും പറയാറുണ്ട്, ഞങ്ങൾ അച്ചിങ്ങ എന്നാണ് പറയുന്നത്. അപ്പോൾ അച്ചിങ്ങയും കൂടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. ഇനി അതിലേക്ക് ആവശ്യമായിട്ടുള്ള സാധനം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉപ്പാണ്. കുറച്ച് ഉപ്പിടുക. കൂടിപ്പോയി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ അത് മാറ്റാൻ പറ്റില്ല. കുറച്ച് ഉപ്പിടുക. എന്നിട്ട് അവസാനം നമുക്ക് നോക്കിയിട്ട് ഉപ്പ് കുറവാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇത് വളരെ സിമ്പിളായിട്ടുള്ളൊരു റെസിപ്പിയാണ്. ബേസിക് ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. ഇത് ഹോസ്റ്റലിലൊക്കെ താമസിക്കുന്ന കുട്ടികൾ അല്ലെങ്കിൽ പാചകം പഠിച്ചു വരുന്നവർക്കൊക്കെ ഇത് എളുപ്പമായിട്ട് ചെയ്യാൻ പറ്റും. ഇനി ഇത് മൂടി വെച്ചിട്ട് തീ കുറച്ച് വെക്കുക. ഇടയ്ക്ക് ഒന്ന് മൂടി തുറന്ന് അത് ഇളക്കി കൊടുക്കുക. അടുക്കി പിടിക്കരുത്. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം എനിക്ക് ഉപ്പ് കുറവായിരുന്നു, അതുകൊണ്ട് ഞാൻ കുറച്ചുകൂടി ഉപ്പ് ഇട്ട് കൊടുത്തു. നിങ്ങൾ അതിനനുസരിച്ച് നോക്കി ചെയ്യുക. എന്നിട്ട് വെന്താൻ നോക്കുക. വെന്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കറി റെഡി. ഒന്ന് ട്രൈ ചെയ്തിട്ട് അഭിപ്രായം പറയണേ. ഞാനിത് ചോറിൻ്റെ കൂടെയാണ് കഴിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളതിൻ്റെ കൂടെ കഴിക്കാം.